എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പപ്പരയ്ക്ക ചെമ്മീൻ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഇവിടെ ഞാൻ ഒരു 250 ഗ്രാമോളം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ പ്രോൺസിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് മാത്രം വേവിച്ചാൽ മതി. പ്രോൺസിൽ നിന്ന് താനെ വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. അപ്പം അതൊരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പ്രോൺസ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കാര്യം, അതുകൊണ്ടാണ് 2 മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടും. പിന്നെ ഞാനിവിടെ ഒരു പപ്പരയ്ക്ക വലുതാണ്, ഒരു പച്ച പപ്പരയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് കുരുവൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. പിന്നെ ഒരു വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചോപ്പറിലിട്ട് അടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പപ്പരയ്ക്ക ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇച്ചിരി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വലിയ വീഡിയോ ആയിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പപ്പരയ്ക്ക ആഡ് ചെയ്യുക. പപ്പരയ്ക്ക ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്കിതിനുള്ള മസാല ആഡ് ചെയ്യാം. അതേതാണെന്ന് വെച്ചാൽ തേങ്ങാപ്പീര, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകം, എല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് മതി കേട്ടോ. പിന്നെ 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പില. ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇത് അതിലേക്ക് ഇടുക. പിന്നെ വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോൺസ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, ആ പ്രോൺസിൻ്റെ വെള്ളമാണ്. അങ്ങനെ പ്രോൺസും ഇട്ട് നല്ലപോലെ അത് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പ്രോൺസിൽ നമ്മൾ കുറച്ച് മുമ്പേ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പപ്പരയ്ക്കയിൽ നേരത്തെ ഉപ്പ് ആഡ് ചെയ്യായിരുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്കിത് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് 5-10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പരയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.